UDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിനെയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരെക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം. നരേന്ദ്രമോദി വിഴിഞ്ഞം ഹാർബറിൻ്റെ ഉദ്ഘാടനത്തിലൊരു കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയുടെ ബാക്ക് ബോണാണ് പിണറായി എന്ന്. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരെക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം. പക്ഷേ അതുകൊണ്ടാണ് കയറേണ്ട സ്ഥലത്ത് മാത്രം ED കയറുന്നില്ല, കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ED കയറുന്നു. അതാണ് ഇന്ന് ഇന്ത്യയിലത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും ഒരു സമ്മേളനം, സർക്കാർ പരിപാടിയോ ഇതേതെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ മോഡിയെ വിളിച്ചാൽ പ്രോട്ടോകോൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ലോക്കൽ MLAയോ ലോക്കൽ MPയോ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവരെ പ്രസംഗിപ്പിക്കാൻ പാടില്ല. 2, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണോ അത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും സ്റ്റേജിൽ ഈക്വൽ സ്റ്റാറ്റസിൽ കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ചങ്കനോടാണ്. നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കയറ്റില്ല എന്ന് പറയാനുള്ള നട്ടല് ഈ പിണറായി വിജയനുണ്ടായിരുന്നു. കാരണം നട്ടല് കാണിച്ചാൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, സ്വന്തം കുടുംബക്കാരകത്തേക്ക് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ പിണറായിക്ക് ഇപ്പോൾ ഒറ്റ പണിയേ ഉള്ളൂ. ഏതെല്ലാം നേട്ടങ്ങൾ UDF കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുക. കൊച്ചി മെട്രോ ആരാ കൊണ്ടുവന്നത്? റെയിൽ പണിത് ഉമ്മൻചാണ്ടി, ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി, ആ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചതും പരീക്ഷണ ഓട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി, തലേന്ന് 2 കോട്ട് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായി വിജയൻ. ഇതിനേലെ വിഴിഞ്ഞം തുറമുഖം K. കരുണാകരൻ്റെ ഭാവനയിലുണ്ടായ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി പ്രായോഗികമാക്കി. തറക്കല്ലിട്ട് അന്ന് തന്നെ വർക്ക് തുടങ്ങി. വെറും തറക്കല്ല് മഴയും വെയിലും കൊണ്ടൊന്നും കിടന്നിട്ടില്ല, അന്ന് വർക്ക് തുടങ്ങി. ഞാൻ പറയുന്നത് 2016 ഇവിടെ ഭരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് 2020 ഈ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ. ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല. എന്നിട്ട് ഒരു നാണവും കൂടാതെ വന്ന് പ്രസംഗിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, പറയുമ്പോൾ അല്പം മോശമാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുമ്പ് ഒരാൾ വിവാഹം കഴിച്ചു, കുറേ കാലമായിട്ടും കുട്ടികളുണ്ടാവുന്നില്ല, ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. അവസാനം ഡോക്ടർമാർ വിധി എഴുതി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു. വാ മോനെ നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ UDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിനെയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പ്രകടനം സംഘടിപ്പിച്ചു, നല്ല യോഗം സംഘടിപ്പിച്ചു. അതിനെല്ലാവരെയും ബൂത്ത് പ്രസിഡന്റ് മുതൽ DCC വരെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.